ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയപൂർവ്വം ഏവർക്കും സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലുള്ള മാറാടി പഞ്ചായത്തിലെ ശൂലം വെള്ളച്ചാട്ടം കാണുവാനാണ്. മാറാടി പഞ്ചായത്തിലേക്ക് എത്തിച്ചേരുവാൻ മൂവാറ്റുപുഴ നിന്നും പിറവം റൂട്ടിൽ സഞ്ചരിച്ചാൽ മാറാടിയിലെത്താം. എറണാകുളത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ പിറവം കവലയിൽ നിന്നും മൂവാറ്റുപുഴ റൂട്ടിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ശൂലം വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം. ഈ കാണുന്നതാണ് ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. വലിയ വലിയ മലകളിൽ പാറ പൊട്ടിച്ചുണ്ടായ വലിയ ഗർത്തമാണ്, അല്ലെങ്കിൽ വലിയ പാറക്കുളമാണ് ആദ്യമേ നിങ്ങൾ കണ്ടത്. ഇതാണ് ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗം, അതായത് ചെക്ക് ഡാം. ഇവിടെ നിന്ന് ചാടുന്ന വെള്ളമാണ് താഴേക്ക് വെള്ളച്ചാട്ടമായി ഇങ്ങനെ രൂപപ്പെട്ട് വലുതായി വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും നമുക്ക് തോന്നുകയില്ല എങ്കിലും ഇത് നിർബാധം ഇങ്ങനെ ഒഴുകി താഴേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ മാസ്മരികതയും ആ ഒരു കുളിരും ആസ്വദിക്കാൻ കഴിയുക. താഴെ അറ്റത്തേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇത് മേൽഭാഗമാണ്. മേൽഭാഗത്താണെങ്കിലും ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം ചാടുന്ന ഭാഗത്ത് തന്നെ വന്നു പോകുന്ന കുട്ടികൾ, മുതിർന്നവരും വലിയവരും ഒക്കെയായി, കുട്ടികളും കുഞ്ഞുങ്ങളുമൊക്കെ ഇവിടെ നിന്ന് കുളി കഴിഞ്ഞ് പോകുവാൻ ശ്രമിക്കാറുണ്ട്. ഒരാൾ തൻ്റെ സ്വപ്ന സാഫല്യം സാക്ഷാത്കരിക്കാൻ കല്ലുകൾ അടക്കി വയ്ക്കുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന പച്ചപ്പാണ് ഏറ്റവും വലിയ മനോഹാരിതയായി നിഴലിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയെ തിരികെ പോകണം താഴ്ഭാഗത്തേക്ക് എത്തിച്ചേരാൻ. പച്ചപ്പാണിൻ്റെ സന്തോഷം എപ്പോഴും ഇത്തരം ചാനലുകൾ കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കൊച്ചു ഡെസ്റ്റിനേഷൻ സെൻ്ററുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. തന്നെയുമല്ല, എനിക്ക് ഇപ്പോഴാണ് കേരളത്തെ തൊട്ടറിയുക എന്നുള്ള കാഴ്ചയിൽ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മനോഹാരിത നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ വല്ലാത്തൊരു കുളിർമയാണ് അനുഭവപ്പെടുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങനെ സഞ്ചാരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം സഞ്ചാരത്തിന് സമയമുണ്ടായിരുന്നില്ല എന്ന് വേണമല്ലോ കരുതാൻ. അപ്പോൾ ആരോ വലിച്ചെറിഞ്ഞ വെന്തിപ്പൂക്കൾ വലിച്ചെറിഞ്ഞ് മൊട്ട് വിരിഞ്ഞ് വീണ്ടും അവ പൂത്തു നിൽക്കുന്ന ഭംഗി നിസ്സാരമല്ല. ഭാര്യ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് ഒരു കല്ലിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ചെക്ക് ഡാമിൻ്റെ തൊട്ട് താഴെയായി നാം ആദ്യം കണ്ടതുപോലെ കുറേ കുട്ടികൾ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒറ്റ വ്യൂവിൽ ഈ ചെക്ക് ഡാമിൻ്റെ അല്ലെങ്കിൽ ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ് എന്ന് ഈ കാണുന്നതാണ് ആ മനോഹര കാഴ്ചകൾ. ഇനി നമ്മൾ മെല്ലെ നടന്ന് ഈ ചെക്ക് ഡാമിൽ നിന്ന് ഒഴുകി ചാടുന്ന വെള്ളച്ചാട്ടമായ ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് നടക്കുകയാണ്. എൻ്റെ ഭാര്യ നടന്നു പോകുന്ന വഴിയാണ് ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ആ ഇടുങ്ങിയ വഴികൾ. ഇതിലെയൊന്നും വഴികളുണ്ടായിരുന്നില്ല. ആളുകൾ നടന്ന് അതൊരു വഴിയായി രൂപപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ചരിത്രങ്ങളുമൊക്കെ രേഖപ്പെടുത്തുന്നത്. ചരിത്രങ്ങൾ താനേ ഉണ്ടാകുന്നതല്ലല്ലോ, സ്വമേധയാ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ടുള്ള വഴിയും ഇങ്ങനെ സ്വമേധയാ രൂപപ്പെട്ടതാണ്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഉരുളൻ കല്ലുകളും സ്റ്റെപ്പായിട്ടുള്ള കല്ലുകളും നിരന്ന പാറകളുമൊക്കെയായി കുറേ അധികം ദൂരം സഞ്ചരിക്കണം താഴേക്ക് എത്തിച്ചേരാൻ. ടാപ്പിംഗ് കഴിയാറായ റബ്ബർ തോട്ടമാണ്, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ ആ അതിൻ്റെ താഴ്വാരത്ത് എത്തിച്ചേർന്നു. ഇവിടെ എത്തുമ്പോൾ അങ്ങിങ്ങായി 1-2 ആളുകൾ ഇരിക്കുന്നതായി കണ്ടു. ഭാര്യ സോഷ്യോളജിക്കാരി ആയതുകൊണ്ട് അവൾ പറഞ്ഞു അത് പോലീസുകാരായിരിക്കും എന്ന്. ഞാൻ പരിചയപ്പെട്ടപ്പോൾ അത് പോലീസുകാരായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവിടെ കുട്ടികൾ ഇണകളായി ഇഷ്ടം പോലെ എത്തുന്ന സ്ഥലമാണ്, കുളിക്കാനും കളിക്കാനും ഒക്കെയായിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ 3 ജോഡി കുട്ടികൾ, 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ് അതിനകത്ത് കുളിക്കുന്നത്. അവരെ വാച്ച് ചെയ്ത് പോലീസുകാർ ഇരിപ്പുണ്ട്. ഞാനിത് പറയുന്നത് ഈ സെൻ്ററുകളിലെല്ലാം എവിടെയെങ്കിലും പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിനാൽ അപകടങ്ങളോ അനാശാസ്യങ്ങളോ നടക്കുകയില്ല എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ ഒഴുക്കിൻ്റെയും ആ ഉരുളൻ കല്ലുകളുടെയും ഒക്കെ കാഴ്ചകൾ മനോഹരമായി ഞാൻ ക്യാമറയിൽ പകർത്തുകയാണ്.
അവർ നീരാടുകയാണ്, ആസ്വദിക്കുകയാണ്. ബാല്യങ്ങളും കൗമാരങ്ങളുമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും ചെറിയ ചെറിയ ഡെസ്റ്റിനേഷൻ സെൻറ്ററുകൾ വലുതായി വളരുകയാണ്. നമ്മൾ ഈ കൊച്ചു കേരളത്തെ കാണാതെ പോകരുത്. അതാണ് എൻ്റെ ലക്ഷ്യവും. ഈ കൊച്ചു കേരളത്തെ എൻ്റെ ക്യാൻവാസിൽ പകർത്തി അത് ഫുള്ളായി കൊച്ചു കേരളത്തെ യൂട്യൂബിൽ പകർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ അതിമനോഹരമായി തെളിനീരായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചാടിയാലും കുളിച്ചാലും കലങ്ങാതെ അവ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഭാര്യ ഉരുളൻ കല്ലിലിരുന്ന് വീണ്ടും വിശ്രമിക്കുന്നു. കാരണം ഈ ഇറങ്ങി വന്ന ആ ക്ഷീണം തീർക്കുകയാണ് പങ്കാളി. ഞാൻ വീണ്ടും ആ കുളിക്കുന്ന കുട്ടികളിലേക്ക് കണ്ണോടിക്കുകയാണ്. അവർ ആഹ്ലാദിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ നരേന്ദ്രമോദിയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, പേടിയാണോ മോദിയെ പേടിയൊന്നുമില്ല എന്ന് മറ്റൊരു വർത്തമാനവും പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ശൂലം വെള്ളച്ചാട്ടം. ഭാര്യയ്ക്ക് അപ്പോൾ കാലും കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകണമെന്നുള്ള ആഗ്രഹവും പൂർത്തീകരിച്ച് നമ്മൾ കാഴ്ചകൾ കണ്ട് മേലേക്ക് തിരികെ കയറുകയാണ്. ഇറങ്ങിയതുപോലെയല്ല, കയറ്റം കയറാൻ വീണ്ടും വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. പ്രായം നോക്കി വേണം നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇറങ്ങുന്നവർ സൂക്ഷിച്ച് ഇറങ്ങണമെന്ന് മാത്രമാണ് ഇതിനിടയിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നറിയിപ്പായി തരാനുള്ളത്. മുകളിലുള്ള മുന്നറിയിപ്പുകൾ പഞ്ചായത്തിൻ്റെ ബോർഡുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും മുകളിലേക്ക് നോക്കിയപ്പോൾ ഭീമാകാരമായ മലമുകളിൽ കുറേ കല്ലുകൾ അങ്ങനെ പൊങ്ങിയിരിക്കുന്നു. അവിടെ നിന്നും മുകളിൽ കയറി കുറച്ച് വലത്തേക്ക് മാറിയപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് പാറമടകളുടെ ഭീകര ദൃശ്യങ്ങൾ കാണുന്നത്. കുറച്ചും കൂടെ മുമ്പോട്ട് നോക്കിയപ്പോൾ കിഴക്കോട്ട് അതിവിശാലമായ പർവ്വതനിരകളെ, കിഴക്കൻ മലകളുടെ പർവ്വതനിരകളെ ആകർഷണമായ കാഴ്ചയിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരിക്കൽ കൂടി ഗുഡ് ബൈ പറയുന്നു.